ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ചെറുപഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കാം. അതെങ്ങനെ നോക്കാം. ഇപ്പോൾ പഴം നമുക്ക് മുറിച്ചെടുക്കാം. മൂന്നെണ്ണമായിട്ട് നമുക്ക് മുറിച്ചെടുത്തിട്ട് ഇതെങ്ങനെയാണ് പൊരിക്കണമെന്ന് നമുക്ക് നോക്കാം. ഈ ചെറുപഴം കൊണ്ട് പൊരിക്കുമ്പോൾ അല്ലേ അത് കുഴഞ്ഞു കൊണ്ട് പോകും. അപ്പം അതിനാണ് നമ്മൾ ഈ അരിപ്പൊടി കണ്ടില്ലേ, ഈ അരിപ്പൊടിയിൽ ഒന്ന് തട്ടുക, ഒന്നിങ്ങനെ ടിപ്പ് ചെയ്തിട്ട് നമുക്ക് അതിലിട്ടിട്ട് പിന്നെ മൈദ മാവ് കലക്കണതും ഒക്കെ കാണിച്ചു തരാം. ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് വരാം. അപ്പം നമുക്ക് ഇതുണ്ടല്ലോ, ഈ പൊടി ഈ പഴത്തിൽ ഈ പൊടിയിൽ ഇങ്ങനെ മുക്കുക. അതൊക്കെ വെച്ചപ്പം ഇങ്ങനെ പോകൂല. വേണ്ട, ഇങ്ങനെ ആക്കിയാൽ ഇങ്ങനെ ആക്കി വെക്കുക. എല്ലാതും അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ പഞ്ചസാര, മധുരത്തിന് ആവശ്യമായി പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര, ഒരു നുള്ളും കൂടി ഇട്ടു. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത്തിരി സോഡാപ്പൊടി വേണമല്ലോ, എന്തെടുക്കും സോഡാപ്പൊടി ഇത്രയും വേണ്ട, ഇതൊന്നും വേണ്ട. എന്നിട്ട് ഈ അരി ആട്ടിയ മാവിൻ്റെ ഉണ്ടെങ്കിൽ സുഖമാണ്. ഇതിൽ കൂടെ ഇങ്ങനെ പൊള്ളച്ച് നിൽക്കും. ഇത് സെറ്റാക്കിയിട്ട് വരാം. മാവൊക്കെ കലക്കി, മാവ് ഇതാണ് ഇതിൻ്റെ കൂട്ട്. ഇത്ര ലൂസാ പാടുള്ളൂ. തന്നെ ലൂസ് ജാസ്തി ആയോ എന്നൊരു ഡൗട്ടുണ്ട്. ഇതുണ്ടോ, ഇനി ഇതിൽ മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കണം. ചട്ടിയിൽ എണ്ണ ഒഴിച്ചെടുത്ത് ചൂടാക്കിയിട്ട് പൊരിച്ചെടുക്കാം. അപ്പം മാവിലെ ഒരു നുള്ള് എള്ളിട്ട് കൊടുത്തു. ഇട്ടിട്ട് ഇളക്കിയിട്ട് നമുക്കിതിലിട്ടിട്ട് ഇങ്ങനെ മുക്കി പൊരിച്ചെടുക്കുമ്പോൾ അത് കാണുമ്പോൾ ഒരു ചന്തമുണ്ട്. അവിടെ ഓരോരോ കറുപ്പിട്ട് കാണുമ്പോൾ. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്കിത് ഇട്ട് കൊടുക്കാം. അപ്പോൾ മക്കളെ, നമുക്ക് രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അരിഞ്ഞ് വെന്ത് വരട്ടെ. രണ്ടാമത്തെ ബാച്ച് ഇട്ടു, അത് മറിച്ചിട്ടു. ഒന്നുകൂടി മറിച്ചിടാം. ഇനി
മറിച്ചിട്ട് വെന്തതിന് ശേഷം ഞാൻ മുറിച്ച് കാണിച്ചു തരാം. ഇത് വെന്തിട്ട മക്കളെ, ഇത് മൊരിഞ്ഞു കളറൊക്കെ മാറി. നമുക്കിത് കോരിയെടുക്കാം. എന്നിട്ട് മുറിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഈ കാണുന്ന എണ്ണയൊന്നും ഇതിലുണ്ടായില്ല. ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ എണ്ണ മെഴുക്ക് പോലെ തോന്നുന്നില്ലേ? ഇതിപ്പോൾ ഒന്ന് ചൂടാറുമ്പോൾ എണ്ണ മയേ ഉണ്ടാവില്ല, എണ്ണൻ്റെ ഒന്നും കാണില്ല ഇതിൽ. ഞാൻ ഇനി പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതാണ്ട പൊള്ളച്ചും കൊണ്ടിരിക്കുന്നുണ്ടോ? ഇതാണ്ട പൊള്ളച്ചും കൊണ്ട്. ഇതിന് ഇനി നമുക്ക് മുറിച്ചിട്ട് കാണിച്ചു തരാം. ചൂടുണ്ട്. ഇതാണ്ട അങ്ങനെ ഇരിക്കും. ഇതാണ്ട അങ്ങനെ നല്ല പൊള്ളച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തി പൊട്ടിച്ചോളി. അസ്സലാമു അലൈക്കും.